വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല എന്ന MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയും P രാജീവും എളമരം കരീമും തന്നെ വിമർശിച്ചിട്ടില്ല. തന്റെ RSS പരാമർശം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. തെറ്റായ വാർത്തകൾക്കെതിരെ ഇനി മുതൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ. പാർട്ടി സെക്രട്ടറിയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നടങ്കം വിമർശിച്ചു. പിണറായി വിജയൻ ശാസിച്ചു തുടങ്ങിയ പരമ്പരകളാണിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്കെതിരായി വലിയ രീതിയിൽ കടന്നാക്രമണം നടത്തി എന്ന ധ്വനിപ്പിക്കുന്ന വാർത്ത മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, മറ്റു പത്രങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വരികയുണ്ടായി. ഫോട്ടോ അടുത്തം വെച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത്. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് മുൻപ് RSSനെതിരെ നടത്തിയ പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു. മാത്രമല്ല, CPMനുള്ളിൽ തന്നെ, സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ MV ഗോവിന്ദൻ. പ്രധാനമായും ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ്? അജി, എന്തായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ, സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനം മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മറ്റ് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പിലെ RSS പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ള വാർത്തകൾക്കെതിരെ ശക്തമായ ഭാഷയുള്ള വിമർശനമാണ് നിലവിൽ ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത്. പക്ഷേ മറ്റു തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിൽ നിന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ തോൽവി വിശദമായി സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമാകുന്നത് പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 40,000 വോട്ടുകളാണ് ശരാശരി മണ്ഡലത്തിൽ LDFന് ലഭിച്ചിരുന്നത്. പക്ഷേ അത് 66,660 വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ സ്വരാജിലൂടെ കഴിഞ്ഞു. അത് രാഷ്ട്രീയമായ വലിയ തരത്തിലുള്ള പ്രചാരണം അത് മണ്ഡലത്തിൽ ഗുണം ചെയ്തു എന്നുള്ള വിലയിരുത്തലാണ് സംസ്ഥാന സമിതി യോഗം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ പറയുമ്പോഴും പക്ഷേ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ഒപ്പം തന്നെ തോൽവി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലും കൂടുതൽ കാര്യക്ഷമമായി നടത്തണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. സംഘടനാ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന ആവശ്യവും നിലവിൽ സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ 2 ദിവസമായി വരുന്ന വാർത്തകൾക്കെതിരെ, അത് വ്യാജവും കള്ളവുമായ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത്. തനിക്കെതിരായ ഒരു വിമർശനവും കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. അത് ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ വളച്ചൊടിച്ച് തെറ്റായ വാർത്തകൾ നൽകുകയാണ്. അതിനെതിരെ ഇനി മുതൽ ഇത്തരം തെറ്റായ വാർത്തകൾ നൽകിയാൽ അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം സംസ്ഥാന സമിതി യോഗം ഏകകണ്ഠമായി എടുത്തെന്നും നിലവിൽ അങ്ങനെ വാർത്ത നൽകിയ 2 മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു, വക്കീൽ നോട്ടീസ് അയച്ചു എന്ന കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്വരാജ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം. നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി ചർച്ച ഉയർത്താൻ ഉള്ള സാഹചര്യം ഒക്കെ ഒരുങ്ങുകയും ചെയ്തു. ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത്. അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മറ്റ് തരത്തിലുള്ള പ്രചാരണങ്ങളും ഒപ്പം തന്നെ LDFിൽ ഏതൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നുള്ള തരത്തിൽ വ്യാജ വാർത്തകളും ഒപ്പം തന്നെ UDFന്റെ ഭാഗത്തുനിന്നുള്ള പ്രചാരണങ്ങളും ഉണ്ടാകുന്നത്. ഇതിനെതിരായി ശക്തമായ പ്രതിരോധം തന്നെയാണ് തീർക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാക്കുകയാണ്. കൂടുതൽ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വരും തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് നിലവിൽ ഉണ്ടാവുക എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തോൽവി ശരിയായി പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സമിതി എത്തിച്ചേർന്നിട്ടുള്ളൂ. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്ന RSSുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ജനസംഘവുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന തന്റെ പ്രസ്താവന അത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. ഒരു വോട്ട് പോലും അതിൽ കുറവ് വരുത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ വോട്ട് കൂടിയിട്ടുണ്ടോ എന്ന
അറിയില്ല എന്നുള്ള കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഉള്ള കൃത്യമായ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ തോൽവി എങ്ങനെ ഉണ്ടായി, ഭരണപരമായ പരാജയം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അജി, ശരി, തനിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം തള്ളുകയാണ് ചെയ്യുന്നത്. 40,000 വോട്ടുകൾ CPM-ന്റെ വോട്ടാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവിടെ തോൽവി ഉണ്ടായത് എന്ന കാര്യത്തിലുള്ള ഒരു ഉത്തരം ഇതുവരെയും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വിജിൻ നൽകിയത്.